ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ മുഹമ്മദ് കുട്ടി ഫൈസിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണവും ഉണ്ട്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ശേഖരിച്ച ഫണ്ടിൽ ഭൂരിഭാഗവും നേരിട്ട് കൈമാറിയതാണ് എന്നുള്ള രേഖകളും ഇഡി കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ രാജ്യത്തിനകത്ത് ഭീകരവാദ പ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫണ്ട് ശേഖരണം നടന്നിരിക്കുന്നത്. ഇവിടെ SDPIയുടെ സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിക്കുന്നത് PFI ആണ്. PFIയുടെ സ്വഭാവം അറിയാം. അതുകൊണ്ടാണ് ഇഡി ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് PFIയും SDPIയും ഒന്ന് തന്നെ എന്നുള്ളത്. ഇവിടെ ഒരു സംഘടന രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ, അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും അവർക്കെതിരെ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇനി തുടർന്നും? എന്തായാലും EDയുടെ കണ്ടെത്തൽ ഒരു പുതുമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ കണ്ടെത്തൽ അവർ കാറ്റഗോറിക്കലായിട്ട് ഇപ്പോൾ സ്ഥാപിച്ചു. കാരണം SDPIയും PFIയും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പണ്ട് മുതലേ നമ്മൾക്കത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഈ പോപ്പുലർ ഫണ്ട് നമ്മൾ എവിടെ സ്ഥാപിച്ചു എന്ന് നമ്മൾ നോക്കണം. അത് കോഴിക്കോട് മീൻചന്തയിലാണ് സ്ഥാപിച്ചത്. 2006 പോപ്പുലർ ഫണ്ട് മീൻചന്തയിൽ സ്ഥാപിച്ചത്. അതിനുശേഷം ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും 14 സ്റ്റേറ്റുകളിൽ ഇവരുടെ സംഘടന വ്യാപിപ്പിച്ചു. അതിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും മലയാളികൾ ആ സംഘടനയുടെ മുൻനിരയിലുണ്ടായിരുന്നു. അപ്പം പോപ്പുലർ ഫണ്ട് ഒരു മലയാളിയുടെ സംഭാവനയായിട്ട് മാത്രമേ തുടക്കത്തിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ദക്ഷിണേന്ത്യയിലും പ്രത്യേകിച്ച് 14-18 സ്റ്റേറ്റോടും അത് വ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ അന്നും ഇന്നും സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഗവൺമെൻറ് നടപടി ഒന്നും എടുത്തില്ലെങ്കിലും അന്നത്തെ DGP ബെഹ്റ റിട്ടയർ ചെയ്യുന്ന അന്ന് ഒരു പ്രസ്താവന നടത്തി. ഇവിടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ലീപ്പിംഗ് സെല്ല് ISൻ്റെ സ്ലീപ്പിംഗ് സെല്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അദ്ദേഹം DGP ആയിരുന്നു. അതിനെതിരായിട്ട് ശക്തമായ നടപടിയൊന്നും എടുക്കാതെയാണ് അദ്ദേഹം പോയത്. അത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടായിരിക്കാം എന്തോ നടപടി എടുത്തില്ല. എന്നാൽ ഒരു കാര്യം വസ്തുത അംഗീകരിച്ചു, സ്ലീപ്പിംഗ് സെല്ല് ഇവിടെ ഉണ്ട്. നമ്മൾ മറ്റൊരു കാര്യം മറക്കരുത്. 1993 ബോംബെയിലെ ആ സ്ഫോടനം നമുക്ക് മറക്കാൻ കഴിയില്ല. രാജ്യം മുൻമുലയിൽ നിന്ന ഒരു 4-5 ദിവസം നമ്മൾ ഇന്നും ഓർക്കുന്നു. ഞാനൊക്കെ അത് കൃത്യമായി ഓർക്കുന്നുണ്ട്. 257 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 713 പേർക്ക് അതിന് പരിക്കുണ്ടായി. അതിനകത്ത് ഞാനത് പറയാൻ കാരണം 4 ഭീകര പേര് ഗുജറാത്തിൽ നിന്ന് ആ പ്രശ്നത്തിലുണ്ടായിരുന്നു. അത് നമ്മൾ മറക്കരുത്. ഇപ്പം തഹാവൂർ റാണയാണ് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ അയാൾ അറസ്റ്റിലായിരുന്നു. അയാളെ ഇന്ത്യക്ക് കൈമാറാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട്, നേരത്തെ പ്രസിഡന്റും സമ്മതിച്ചിട്ടുണ്ട്. കാരണം ബോംബെ ഭീകര ആക്രമണത്തിൻ്റെ ഉൾകളികൾ ഇനിയും നമ്മൾ ചുരുളടിക്കാൻ കുറേ ഉണ്ട്. അതിനകത്ത് ഇവിടെ ഇന്ത്യയിൽ വന്ന് ആവശ്യമായ നിർദ്ദേശങ്ങളും സ്ഥലം കണ്ടുപോയതാണ് തഹാവൂർ റാണ. അദ്ദേഹത്തിനെ തരാം, ഇന്ത്യക്ക് കൈമാറാം എന്ന് വരെ വന്നിട്ടുണ്ട്. നമ്മൾ മറ്റൊരു കാര്യം, സ്ലീപ്പിംഗ് സെല്ല് ഉണ്ടെന്ന് പറയാൻ DGP പല കാരണങ്ങളും ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ 2 പെൺകുട്ടികളുടെ വിവരമാണ് എന്നെ കൂടുതലധികം ആകർഷിച്ചത്. കാരണം 2 പേര് ദുബായി വളർന്നു, അവിടുത്തെ പഠനമൊക്കെ നടത്തി. അവർ കണ്ണൂർ താണയിലുള്ള കുട്ടികളാണ്, പേരൻസൊക്കെ അവിടെയാണ്. ആ 2 കുട്ടികൾ അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് കേരളത്തിൽ വന്നിട്ട് അവർ ISൻ്റെ വക്താവായി. അവർ ടെലഗ്രാമിൽ കൂടെയും ഹൂപ്പിൽ കൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ISന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലായി, NIAക്ക് മനസ്സിലായി. അവരിവിടെ രഹസ്യമായിട്ട് ഇവിടെ വന്ന് ഈ 2 പെൺകുട്ടികളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഡൽഹിക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് കേരള പോലീസും മറ്റുള്ളവരും ഈ 2 പെൺകുട്ടികളുടെ പ്രവർത്തനം എന്തായിരുന്നു മനസ്സിലായി. അതുവരെ കേരള ഇൻ്റലിജൻസിന് അതൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവരെ ശ്രദ്ധിക്കാൻ കാരണം NIA ISലെ പ്രവർത്തകരായി ആകർഷിച്ച് ഇവർ 2 പേരും ടെഹ്റാൻ വഴി അവർ അഫ്ഗാനിസ്ഥാനിൽ പോയി. ദുബായിൽ നിന്ന് അവർ ടെഹ്റാനിലെത്തിയപ്പോൾ എയർപോർട്ടിലുള്ളവർ ഇന്ത്യയോട് അല്പം കൂറ് കാണിച്ചിട്ടെന്ന് തോന്നി. ഈ 2 പെൺകുട്ടികൾ എങ്ങോട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ISൽ പോകുന്ന കണ്ടപ്പം ഇതുങ്ങൾ അവിടെ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇറാനിലെ അവരും കൂടെ ചേർന്ന് ഇവരെ മടക്കി ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോഴാണ് NIAയുടെ ശ്രദ്ധയിൽ ഇവർ വരുന്നത് നമ്മൾ കരുതിക്കോണം. അപ്പോൾ സ്ലീപ്പിംഗ് സെൽസ്
ഉണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില 1-2 പോലീസുകാരെ ഇതുമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ഇവിടെ അവരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിലെ നമ്മൾ ഈ തൃശ്ശൂരുള്ള ഫണ്ട് വരുന്നതിനെപ്പറ്റി അത് ഇപ്പോഴും വരുന്നുണ്ട് പല സോഴ്സിൽ കൂടി എന്നാണ് ഞാൻ കരുതുന്നത്. NIA അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ തൃശ്ശൂർ സ്വദേശിയായ സയ്യിദ് നബീൻ അഹമ്മദിനെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അയാൾ തൃശ്ശൂരുകാരനാണെങ്കിലും അയാളുടെ പ്രവർത്തന മേഖല കോയമ്പത്തൂരും ആ ഏരിയയിലാണ്. അയാൾ വർഷങ്ങളായിട്ട് അവിടെയാണ്, പക്ഷേ തൃശ്ശൂരുകാരനാണ്. പക്ഷേ ഫണ്ട് സമാഹരിക്കുന്ന കർണാടക, കേരളം, അതുപോലെ തമിഴ്നാട്, ആന്ധ്രയുടെ ഭാഗങ്ങൾ, ഇവിടെ നിന്നൊക്കെ ഫണ്ട് ഇവരെ കളക്ട് ചെയ്യുന്ന ഇയാളാണ്. ഇയാളുടെ കൂടെ 4-5 പേരിനാണ് എല്ലാ സ്ഥലത്തു നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് NIA അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർ പലരും ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും വിദേശത്ത് നിന്ന് ഇന്നും പല മാർഗത്തിൽ കൂടെ ഇന്ത്യയിൽ ഫണ്ട് വരുന്നുണ്ട്. അത് എങ്ങോട്ട് പോകുന്നു, ആര് യൂസ് ചെയ്യുന്നു, അത് കണ്ടെത്തണം. ആരിൽ കൂടെയാണ് അത് വരുന്നത്, അത് ഇനി NIA അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചില ഏരിയകളാണ്. കാരണം ഇതിവിടെ ശാന്തമായിട്ടില്ല. അത് ഈ പ്രവർത്തനങ്ങൾ സൈലൻ്റായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ സംസ്ഥാന ഇൻ്റലിജൻസിന് റോളൊന്നുമില്ലേ? കാരണം ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണല്ലോ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. ഇത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണോ? എന്തുകൊണ്ടൊരു നിരീക്ഷണ സംവിധാനം, അതും ശക്തമായ നിരീക്ഷണ സംവിധാനം കേരള പോലീസിനുള്ളിൽ നിന്ന് ഉണ്ടാകുന്നില്ല? അതോ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനമോ അല്ലെങ്കിൽ രാജ്യത്തെ എതിർക്കുന്ന ചില നയരൂപീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആ വേളയിൽ തന്നെ ട്രാൻസ്ഫർ അടക്കം കയ്യിൽ നൽകുന്നത് കൊണ്ടാണോ ഇവിടുത്തെ സംസ്ഥാന പോലീസ് ഇതൊന്നും കണ്ടില്ല എന്നടിക്കുന്നത്? സംസ്ഥാന പോലീസ് കാണുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ടാണല്ലോ ബെഹ്റ പറഞ്ഞത് ഇവിടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്ന്. അദ്ദേഹം അത്രയെങ്കിലും പറഞ്ഞിട്ട് പോയല്ലോ. അപ്പം ഇൻ്റലിജൻസ് കളക്ഷൻ ഉണ്ടാവും, പക്ഷെ നടപടി വരുന്നില്ല. അത് പൊളിറ്റിക്കൽ റീസൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ആ നടപടികളെല്ലാം ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇന്നും കരുതുന്നത്. കാരണം ഈ ഫണ്ട് വരുന്നത് എങ്ങോട്ട് പോകുന്നെന്ന് ഇനിയും നമ്മൾ കണ്ടെത്തണം. അത് ഏത് സോഴ്സാണ്? കുറേയൊക്കെ NIA മനസ്സിലാക്കിയിട്ടുണ്ടെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അറസ്റ്റ് തന്നെ ഇത്ര എഫക്റ്റീവായിട്ട് നടത്തത്. എങ്കിലും പൊതുവേ കേരളത്തിലുള്ളവരാണ് IS കൂടുതൽ ചേർന്നതും. ഇന്ത്യയിൽ നമ്മൾ ആദ്യം വരെ 2 പേരെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളം വെടിവെച്ച് കൊന്നതിൽ നുഴഞ്ഞു കയറി വന്നത് 2 മലയാളികളുണ്ടെന്ന് നമ്മൾ വിചാരിച്ചു പോകണം. കാര്യങ്ങൾ എവിടേക്കാണ് കിടക്കുന്നത് മലയാളികൾ പോയിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ മലയാളികളുടെ സ്വഭാവം വെച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു നിഗമനം, ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ ഡ്രഗ്സ് അടിച്ച് ഇപ്പം കൊലപാതകം, എല്ലാ സ്കൂളും കോളേജിലൊക്കെ റയട്ട്, അടിപിടി, അത് മുഴുവൻ സോഷ്യൽ കൂടി വരുന്നത് ഇത് മറ്റൊരു രീതിയിൽ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്റ്റേറ്റിലുള്ളവരെ നശിപ്പിക്കുന്നതാണോ? അതേപ്പറ്റി തീർച്ചയായിട്ടും ഗവൺമെൻറ്റും ഇൻ്റലിജൻസും DGP ഒക്കെ ശ്രദ്ധിക്കണം. ഈ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് ഭൂരിപക്ഷം ഡ്രഗ്സുകൾ ഇവിടെ വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വരികയാണ്. കേരളത്തിൽ അതുപോലെ ആവശ്യക്കാരുണ്ട്. നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇതിലോട്ട് വരാൻ കാരണം അതിൻ്റെ സോഴ്സ് എന്താണ്? കേരളത്തിൽ മാത്രം. മറ്റുള്ള ഇതുപോലൊരു സംഭവം നേരത്തെ പഞ്ചാബിലുണ്ടായിരുന്നു, അത് കുറേയൊക്കെ സബ്സിഡി ചെയ്തെന്ന് ഞാൻ കരുതുന്നത്. മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഡ്രഗ്സ് വരുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ ഇവിടുത്തെ യുവത്വങ്ങളെയും നശിപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ച് ആരോ ബുദ്ധിപൂർവ്വം ഇത് ചെയ്യുന്നതാണോ? കാരണം നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ദിവസത്തെ 5 പേരെ വെട്ടിക്കൊന്ന ആ പയ്യൻ്റെ ആരാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്? ആരാണ് ഇവരുടെ പിന്നിൽ? ആരാണ് ഇവർക്കൊക്കെ ഡ്രഗ്സ് എത്തിക്കുന്നത്? നമ്മൾ ഷഹബാസിൻ്റെ കൊലപാതകം നമ്മൾ കണ്ടല്ലോ. കുട്ടികളിൽ ഇങ്ങനെ അക്രമവാസനകൾ വരുന്നത് എന്തുകൊണ്ട്? മലയാളി യുവത്വത്തിനെ ഇവിടെ നശിപ്പിക്കാനായിട്ട് ഇവിടെ അങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് ശ്രീ ജോർജ് ജോസഫ്, അതും ഒരു നാർക്കോ ടെററിസം തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നാർക്കോ ടെററിസം എന്ന് ഞാൻ വാക്ക് മനഃപൂർവ്വം അത് ഉപയോഗിക്കാത്തതാണ്. കാരണം അതൊരു ടെററിസത്തിൻ്റെ, കാരണം ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ അഫ്ഗാനിസ്ഥാനും ഇറാഖും നമ്മൾ പലതും നോക്കിക്കോളൂ. സിറിയ ആയാലും ശരി, അതുപോലെ ഇറാനിലായാലും ശരി, യമനിലായാലും ശരി, ഈ ഡ്രഗ്സ് ആണ് അവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർ എതിർഭാഗത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. അത് ഡ്രഗ്സ് ടെററിസം തന്നെ. അത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്.